ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കുണ്ടലിനിയെക്കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. കുണ്ടലിനി എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു പാമ്പിനെ പോലെ ഇരിക്കും. എന്നാൽ അത് പാമ്പല്ല, അത് ഒരു എനർജിയാണ്. അത് നമ്മുടെ മൂലാധാര ചക്രത്തിൽ ശാന്തമായിട്ടിരിക്കും. എന്നാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ എനർജി മുകളിലോട്ട് വരും. ആ എനർജി മുകളിലോട്ട് വരെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ധാരാളം മാറ്റങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ ആ എനർജി ടോപ്പ് ലെവലിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളും ഈശ്വരനും ഒരേ ലെവൽ, അതായത് നമ്മളൊരു കുട്ടി ഈശ്വരനായിട്ട് മാറുന്ന ലെവലിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഇനി ഈ കുണ്ടലിനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മൂലാധാര ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കുണ്ടലിനി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സഹസ്രാര ചക്രത്തിലാണ് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ സ്വിച്ചാണ് നമ്മുടെ ഈ 6 ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഈ 6 ചക്രം എന്ന് പറയുന്ന 6 സ്വിച്ചാണ്. ഈ 6 സ്വിച്ചിനെ നമ്മൾ ഓൺ ആക്കുമ്പോഴാണ് ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് നേരെ നമ്മുടെ സഹസ്രാര ചക്രത്തിൽ പോയി നിൽക്കും. ഈ മൂലാധാരത്തിൽ ഇരിക്കുന്ന ഈ സ്വിച്ചിന് നമ്മുടെ തലയിലുള്ള ചക്രവുമായി കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോ ചക്രവും ഓണാക്കാം, ഓഫാക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് നിരന്തരമായി അത് ഓണാക്കി തന്നെ ഇടാം. എല്ലാ സ്വിച്ചിനെയും നിരന്തരമായി ഓണാക്കിയിട്ട് ഈ ബ്രെയിനെ പവർഫുൾ ആയിട്ട് വർക്കാക്കുന്നവരെയാണ് നമ്മൾ കുട്ടി ദൈവം എന്ന് പറയുന്നത്. സോ അങ്ങനെ ആവാനുള്ള പ്രാക്ടീസിനെയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. നമുക്ക് പല വഴികളിലൂടെ കുണ്ടലിനിയെ ആക്ടിവേറ്റ് ചെയ്യാം. നിരന്തരമായ ധ്യാനത്തിലൂടെ നമുക്ക് കുണ്ടലിനിയെ ആക്ടിവേറ്റ് ചെയ്യാം. നിരന്തരമായിട്ടുള്ള ഭക്തിപൂർവമായ മന്ത്രോച്ചാരണത്തിലൂടെ നമുക്ക് കുണ്ടലിനിയെ ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ പ്രാണായാമത്തിലൂടെ നമുക്ക് കുണ്ടലിനിയെ ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെ പല വഴികളുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെയും ഇവിടെയും നോക്കി നമ്മൾ കുണ്ടലിനിയെ അവേക്കൻ ആക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ധാരാളം സൈഡ് എഫക്ട്സ് വരും. നമ്മളെക്കാൾ വളരെ ഡിസഡ്വാൻറ്റേജ് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പറായിട്ട് ഒരു ഗുരുവിന്റെ കീഴിൽ ചെയ്യണമെന്ന്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് മാത്രമല്ല, വീട്ടിലിരുന്നൊക്കെ നിരന്തരമായി ധ്യാനമൊക്കെ ചെയ്യുന്നവർക്ക് അത് ഓട്ടോമാറ്റിക്കലി അവേക്കനാവും. പിന്നെ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് എല്ലാ ചക്രങ്ങളും പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ആകുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും കുണ്ടലിനി അവേക്കനി മേളിലോട്ട് മാത്രമേ ആകാൻ പാടുള്ളൂ. താഴോട്ടാകുന്നത് ശരിയായ രീതിയല്ല. ഇനി നമുക്ക് ഈ കുണ്ടലിനി അവേക്കനാവുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും കോമൺ ആയിട്ട് മാക്സിമം പേരും പറയുന്ന കാര്യം നോക്കാം. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സൈഡ് എഫക്ട്സ് എല്ലാം എല്ലാ സൈഡ് എഫക്ട്സും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. കുറച്ച് പേർക്ക് കുറച്ചായിരിക്കും, കുറച്ച് പേർക്ക് കുറച്ചായിരിക്കും. അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. സോ അതിനനുസരിച്ച് എനിക്ക് ഇതില്ല അതില്ല എന്ന് വന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഓർക്കുക, എല്ലാവർക്കും ഒരുപോലെയല്ല. ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മസിലെല്ലാം പെയിൻഫുൾ ആയിട്ടിരിക്കും. അതായത് നമ്മുടെ ജോയിൻ്റ് എല്ലാം ഒരു നല്ല പെയിനുമായിരിക്കും. പിന്നെ ഈ നട്ടലിൻ്റെ താഴ്ഭാഗം നമ്മുടെ മൂലാധാര ചക്രത്തിൻ്റെ ആ സ്ഥലം നല്ല പെയിൻഫുൾ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലൊരു ഇലക്ട്രിക് ഷോക്ക്, ലൈറ്റായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ്സാകുന്നത് പോലെ ഒരു ഫീലിംഗ് ഇരിക്കും. പിന്നെ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ നമ്മുടെ ധ്യാനത്തിലോ അങ്ങനെ ശാന്തമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഒന്ന് ഊരുന്നത് പോലെ ഒരു കിച്ച് അങ്ങനെ ഒരു ഫീലിംഗ് ഇരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും. അതായത് പെട്ടെന്ന് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് പോലെ തോന്നാം. പിന്നെ പെട്ടെന്ന് അത് 1-2 ദിവസം കഴിയുമ്പോൾ കുറച്ച് ലൂസ് മോഷൻ പോലെ ആവാം. പിന്നെ കോമൺ ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കില്ല. പെട്ടെന്ന് നമുക്ക് പനി പിടിക്കുന്നത് പോലെ തോന്നും. ശരീരാസകലം നല്ല പെയിൻഫുള്ളായിട്ടും ശരിക്കും പനി വരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. പെട്ടെന്ന് അത് മാറുകയും ചെയ്യും. പിന്നെ ചിലർക്ക് ഈ ഹാർട്ട് ബീറ്റ് പടപട ഇടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഇരിക്കും. പിന്നെ അതിനെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെയുള്ളവരെല്ലാം ഇത് കുണ്ടലിനിയാണെന്ന് കരുതരുത്. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് മാറാതെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുണ്ടലിനി അവേക്കനിങ് അല്ല, നിങ്ങൾ ഡോക്ടറെ കാണുക. അല്ലാതെ ഈ പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഉള്ള പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വരുമ്പോഴുള്ള സിംറ്റംസ് ആണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും. കാരണം ഈ ശരീരത്തിലുള്ള നീരെല്ലാം പോയി നമുക്ക് വെയിറ്റ് ലോസ് ആകുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നഖങ്ങളെല്ലാം പെട്ടെന്ന് കറുത്ത് പോകുന്നത് പോലെയും മഞ്ഞ കളർ അടിക്കുന്നത് പോലെയാവും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ആ വിഷാംശങ്ങളെല്ലാം നമ്മുടെ നഖങ്ങളിലൂടെ പുറത്തു പോകുന്നത് കൊണ്ടാണ്. പിന്നെ കുറച്ച് പേർക്കെല്ലാം സ്കിൻ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ നെർവീസിനെല്ലാം ഈ സ്കിന്നിലൂടെ ആ വിഷാംശങ്ങളെല്ലാം പുറത്ത് കളയുന്നത് കൊണ്ടാണ് ആ സ്കിൻ പ്രോബ്ലംസ് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കറുത്തു പോകുന്നത് പോലെ തോന്നും. പെട്ടെന്ന് നമ്മൾ അത്രയും നന്നായിട്ടിരുന്ന വ്യക്തി പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കൊരു വ്യത്യാസം, പെട്ടെന്ന് കറുത്തു പോയതുപോലെ തോന്നും. പെട്ടെന്ന് എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് കയറി നല്ല ഗ്ലോ ഒക്കെ ആയി ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നും. ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഇരുന്നു കൊണ്ടേയിരിക്കും. ഇതെല്ലാം ഒരു സമയം വരെയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതല്ല. ചിലരൊക്കെ പറയാനുണ്ട് ഇത് വരുമ്പോൾ എല്ലാം ശരിയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ക്ലെൻസിങ് പ്രോസസ്സാണ് നടക്കുന്നത്. ഇതൊന്നും പെർമനൻ്റ് അല്ല.
ഇതെല്ലാം ശരീരത്തിൽ നടക്കുന്നതാണ്. ഇനി നമുക്ക് മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കാം. അതായത് നമുക്ക് ധാരാളം നെഗറ്റീവ് തോട്ട്സ് ഫസ്റ്റ് എല്ലാം അതാണ് വരുന്നത്. കാരണം നമുക്ക് ഉള്ളിൽ ഇങ്ങനെ നമ്മൾ കുറേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതെല്ലാം ഇങ്ങനെ തികട്ടി പുറത്ത് വരാൻ തുടങ്ങും. അതുമാത്രമല്ല, ഇപ്പം സന്തോഷമായാലും സങ്കടമായാലും അത് വളരെ പീക്കായിട്ട് നിൽക്കും. അത് നമ്മൾ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിങ്ങനെ ഹൈ ആക്കും. ഫസ്റ്റ് എല്ലാം നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ അതിന് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഹൈയിൽ പോയി നിൽക്കും. കുറച്ച് പേർക്കൊക്കെ ഭയം ഉണ്ടാവും. കാരണം നമുക്ക് ആൾറെഡി എല്ലാവർക്കും ഉള്ളിലുള്ളതാണ് ആ ഭയം. ഈ ഭയം ഒരു കണക്കിന് നല്ലതാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകുന്നത്. പക്ഷെ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഹൈ ആവും. നമ്മൾ ഇതുവരെ ചിന്തിച്ചു കൂട്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കും. അതെല്ലാമാണ് ഇങ്ങനെ തികട്ടി പുറത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരൊക്കെ പണ്ടൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം പറയണമെന്നൊക്കെ. കാരണം എല്ലാം ഇവിടെ സ്റ്റോറാണ്. പിന്നെ ചിലരൊക്കെ ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈസി ആയിട്ട് ഡിപ്രഷൻ വരും. കാരണം നമ്മൾ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഞാൻ ആൾറെഡി പറഞ്ഞു പീക്കിൽ പോകുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഡിപ്രഷനിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് ഈ നെഞ്ചിനകത്ത് ഒരു പടപടപ്പ്, ഒരു പേടി പോലെ, ഒരു എന്താ പറയുക, അതിന് ഒരു ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിച്ചിട്ടേ ഇരിക്കുക, അങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ വരും. പിന്നെ ചിലർക്കൊക്കെ മായ കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നവർ. ഇത് ഈ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്ത് ഡീപ്പായിട്ട് പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഈ മായ കാഴ്ചകൾ കാണുന്നത്. പിന്നെ കുറച്ച് പേർക്ക് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തൊന്നും ഇത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇത് പ്രാന്താണെന്ന് പറയും. സോ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ മൂഡ് സിങ്സ് വരും. പെട്ടെന്ന് കയറി ദേഷ്യപ്പെടും. അതുവരെ കുറച്ച് ശാന്തമായിട്ട് ഇരുന്ന വ്യക്തിയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ട്രിഗറായി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. പിന്നെ ഒരിക്കൽ നമ്മളിങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഇന്നൊരു സമയം ആരെങ്കിലും വന്ന് നമ്മളോടൊപ്പം വാഗ്വാദം, വഴക്ക്, തർക്കങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിരിക്കും. ഇതുവരെ നമ്മൾ അങ്ങനെ ചിരിക്കാത്ത വ്യക്തി ആയിരിക്കും. അത്രയും ട്രിഗറായി നമ്മൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുമ്പിലിരിക്കുന്ന പറയുന്ന വ്യക്തി നമ്മൾ അത്രയും ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെ നമ്മളെ നോക്കി അതിശയിച്ചു പോകും. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. സോ അങ്ങനെയും ഉള്ള അനുഭവങ്ങളുണ്ട്. ശരി, നമുക്ക് ഇതെല്ലാം ഉണ്ട്, ഈ സൈഡ് എഫക്ട്സ് എല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലേ ഈ ഗുരുക്കന്മാരും ഋഷികളൊക്കെ എന്തായെന്ന് വെച്ചാൽ അവർ കാട്ടിലും ഈ മലകളിലും തണുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പോയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ആ പ്രകൃതി തന്നെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം എടുത്ത് അവരെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഈ ഗുരുക്കന്മാർ ഇങ്ങനത്തെ പ്രാക്ടീസൊക്കെ കൊടുക്കുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. എന്നിട്ട് അവർക്കൊരു മെച്ചേർഡ് കുറച്ച് പക്വത വരുമ്പോഴാണ് അവരെ തിരിച്ചയക്കുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഉറങ്ങണം. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ഈ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ ഇങ്ങനെ നോണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ 1 അവറിന് മുമ്പെങ്കിലും മൊബൈലെല്ലാം ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കഴിയും. എന്നിട്ട് നമ്മൾ നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുക. അതായത് ആവശ്യത്തിന് റെസ്റ്റ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ഹീറ്റ് കൺട്രോളിൽ വെച്ചിരിക്കാൻ പറ്റും. അല്ല, നമ്മൾ ഉറക്കളച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് അധികമാവും. ഞാൻ ആൾറെഡി പറയാൻ വിട്ട കാര്യമാണ്, നമ്മുടെ ബോഡി ഹീറ്റ് ഇങ്ങനെ ഈ കുണ്ടലിനി അവേക്കൻ ആവുമ്പോൾ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുകയും നമ്മുടെ ഉള്ളിലും വയറിലും വായിലും ഒക്കെ പുണ്ണ് വരികയും ചെയ്യും. പിന്നെ കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. മാക്സിമം പേരും കൂടുതലും ആ സമയമൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ വെജിറ്റേറിയൻ ഫുഡിലേക്ക് പോയിരിക്കും. എന്നാലും ഞാൻ പറയുന്നു, കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതോടൊപ്പം കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കഴിക്കുക. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ഗ്രെയിൻസ്, നമ്മുടെ ചെറുപയർ, കപ്പലണ്ടി, കടല, ഇങ്ങനെ ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് കുറച്ച് കണക്റ്റ് ആവുക. അതായത് നമ്മൾ എപ്പോഴും അടച്ച് വീട്ടിനകത്ത് ഇരിക്കാതെ, അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് കാടും മലയും ഒന്നും തേടി പോകാൻ പറ്റില്ലല്ലോ. പുറത്തൊക്കെ ഒന്ന് ചെരുപ്പില്ലാതെ ഈ പുല്ലുകളിലൊക്കെ നടക്കാനും ഈ മരങ്ങളോടും ചെടികളോടും ഒക്കെ ഒന്ന് കണക്റ്റ് ആവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ നമ്മുടെ ഈ നെഗറ്റിവിറ്റി, ആ ഒരു മൂഡ് സിങ്സിനെയൊക്കെ മാറ്റി നമ്മളെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ സഹായിക്കും. കുറച്ച് കോട്ടൺ ഡ്രസ്സൊക്കെ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ആൾറെഡി പറഞ്ഞു ബോഡി ഹീറ്റ് അധികമാവുന്നു. ഇറുകിയ ഡ്രസ്സെല്ലാം ഒഴിവാക്കി കോട്ടൺ ഡ്രസ്സ് ധരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, എല്ലാ സിംറ്റംസും. പലരും വന്ന് പറയാറുണ്ട് എനിക്കിതൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഇതൊക്കെ ആയപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരുന്നു, അങ്ങനെയൊക്കെ. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. കാരണം അത് നമ്മൾ നേരത്തെ എങ്ങനെ ഇരുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മുടെ ശരീരവും മനസ്സിനും നമ്മൾ ഈ അവേക്കനാവുന്നതിൻ്റെ മുമ്പേ എങ്ങനെ ഇരുന്നു എന്നതിനനുസരിച്ച് ഉള്ള ക്ലെൻസിങ് പ്രോസസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും. സോ കുറച്ച് പേർക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും, കുറച്ച് പേര് വളരെ ഫാസ്റ്റായിട്ട് 1-2 ആഴ്ച കൊണ്ട് തന്നെ ഇവർ ഇതിൽ നിന്നെല്ലാം പുറത്ത് വന്നിരിക്കും. കുറച്ച് പേര്, അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം. കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരുപാട് മാസങ്ങളെടുക്കാം, വർഷങ്ങളൂടെ എടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെല്ലാം സൈഡ് എഫക്ട്സ് ആണ് നിങ്ങൾക്കുണ്ടായിരുന്നതെന്ന് നിങ്ങൾ കമൻറ്റിൽ വന്ന് ടൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.